പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരസാക്ഷിയായി എന്നെയും എൻ്റെ കുടുംബത്തെ ഉയർത്തിയതിന് അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് മഞ്ജു മാത്യു. ഞാൻ കൂത്താട്ടുകുളത്തുനിന്ന് വരുന്നു. ഞാൻ കുവൈറ്റിൽ ജോലി ചെയ്യുന്ന ഒരു നേഴ്സാണ്. 2018 ഞാൻ എൻ്റെ ഫ്രണ്ട് പറഞ്ഞ് ഇവിടെ തപസ് ധ്യാനം അറ്റൻഡ് ചെയ്തിരുന്നു. അതിനുശേഷം ഞാൻ പോയി പലവൂരി ഏകദേശം 6 പ്രാവശ്യത്തോളം OET എഴുതി. പക്ഷേ എനിക്ക് പാസ്സാകാൻ സാധിച്ചില്ല. അത് കഴിഞ്ഞ് 2023 ഓഗസ്റ്റിൽ ഞാൻ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി നിർദ്ദേശങ്ങൾ കൃത്യമായി കുർബാനയിൽ സംബന്ധിക്കുകയും ബൈബിൾ വായിക്കുകയും കാരുണ്യപ്രവർത്തികൾ ചെയ്യുകയും ഉടമ്പടി കാശുരൂപം ഉപയോഗിച്ച് കൃത്യമായി ഞാൻ പഠിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഞാൻ എക്സാം എഴുതി. ആ സമയത്ത് ഉടമ്പടി തൈലം നെറ്റിയിൽ പൂശി, വിശ്വാസപ്രമാണം ഉപയോഗിച്ച് പൂശി, ഉടമ്പടി ഉപ്പ് എക്സാം സെൻറ്ററിൻ്റെ ചുറ്റുവട്ടത്തിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ഇൻവിജിലേറ്റേഴ്സിനെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അമ്മയുടെ നാമത്തിൽ എനിക്ക് പാസ്സാകാൻ സാധിച്ചു. അത് കഴിഞ്ഞ് ന്യൂസിലൻഡ് ഫോർമാലിറ്റീസിന് പലവിധ തടസ്സങ്ങളുണ്ടായാലും എല്ലാ പേപ്പേഴ്സും സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് കാശുരൂപം ഞാൻ പേപ്പറിൽ തൊട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് അമ്മയ്ക്ക് സമർപ്പിച്ച് അമ്മയുടെ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിയാണ് ഞാൻ സബ്മിറ്റ് ചെയ്തിരുന്നത്. ഒരുപാട് തടസ്സങ്ങളുണ്ടായാലും മാതാവ് എനിക്ക് എല്ലാ ഫോർമാലിറ്റീസും തീർത്തു തന്നു. അത് കഴിഞ്ഞ് 6 മാസത്തിന് ശേഷം അതിൻ്റെ തിയറി എക്സാം ഞാൻ എഴുതുകയും അതും ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സായി. അമ്മയുടെ പ്രത്യേക കരുണയാൽ അവിടെയും ഞാൻ ഉപ്പും ഉടമ്പടി തൈലവും ഉപയോഗിച്ചിരുന്നു. അമ്മയോട് പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്നു. പിന്നെ ഞാൻ ന്യൂസിലൻഡിൽ പോയി പ്രാക്ടിക്കൽ എക്സാമിനേഷൻ എഴുതുന്ന സമയത്തും ഉടമ്പടി ഉപ്പ് എക്സാം സെൻറ്ററിന് ചുറ്റുവട്ടം ഇടുകയും ഉടമ്പടി തൈലം എൻ്റെ നെറ്റിയിൽ പൂശി പ്രാർത്ഥിക്കുകയും ഉടമ്പടി കാശുരൂപം എൻ്റെ കയ്യിൽ നമ്മൾ എടുക്കാൻ പാടില്ല എങ്കിലും ഞാൻ എൻ്റെ സ്ക്രബ് സ്ക്യൂട്ടിൽ തയ്ച്ചു വെച്ച് ഞാൻ അമ്മയെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് കാശുരൂപത്തിൽ പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചു അമ്മയുടെ നാമത്തിൽ. അതും ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സായി. അത് കഴിഞ്ഞ് എനിക്ക് 1 വർഷത്തോളം ജോലി കിട്ടിയില്ല. ആ സമയത്ത് ഞാൻ ഇച്ചിരൂടെ തീക്ഷ്ണമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ അവിടെ ഒരു അഖണ്ഡ ജപമാല ഗ്രൂപ്പിൽ അംഗമാകുകയും സാധിക്കുന്ന എല്ലാ വെള്ളിയാഴ്ചകളിലും അഖണ്ഡ ജപമാലയിൽ പങ്കെടുക്കുകയും കുർബാനയിൽ പങ്കെടുക്കുകയും കുമ്പസാരം 2 ആഴ്ചകൾ കൂടുമ്പോഴും ബൈബിൾ വായന എല്ലാ ദിവസവും നടത്തുകയും അങ്ങനെ കൂടുതൽ മാതാവിലും ഈശോയിലും വിശ്വാസത്തിൽ ആഴപ്പെടാനും സാധിച്ചു. അങ്ങനെ 2026 ജാനുവരിയിൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി റിന്യൂ ചെയ്തു. ആ സമയത്തും മാതാവിനോട് എൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്സ് ഇവിടെ കൊണ്ടുവന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചു. പിന്നെ മാർച്ചിൽ എനിക്ക് ഇൻ്റർവ്യൂ വരികയും ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഉടമ്പടി തൈലം നെറ്റിയിൽ വിശ്വാസപ്രമാണം ചൊല്ലി ഉപയോഗിച്ച് ഉപ്പ് കഴിച്ച് ഉടമ്പടി കാശുരൂപം കയ്യിൽ പിടിച്ച് ഉടമ്പടി തൈലം ഞാൻ കത്തിച്ചു വെച്ചാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത്. ഏകദേശം 2 മണിക്കൂറോളം ഉണ്ടായിരുന്നു. അമ്മയുടെ കാരുണ്യാൽ, അമ്മയോട് പ്രത്യേക മാധ്യസ്ഥയാൽ അമ്മ എന്നെ ആൻസർ പറഞ്ഞു തന്ന പോലെ എനിക്ക് ആൻസർ കൃത്യമായിട്ട് പറയുവാനും അങ്ങനെ എനിക്ക് ജോലി ലഭിച്ചു. ന്യൂസിലൻഡ് വിസായും കിട്ടി. ഈ സൺഡേ ഞാൻ ന്യൂസിലൻഡിന് പോവുകയാണ്. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ ചെയ്തിരുന്നത് ഒരു നിശ്ചിത തുക എല്ലാ മാസവും ഞങ്ങളുടെ അടുത്തുള്ള ഒരു ആശ്രമത്തിൽ കൊടുത്തിരുന്നു. പിന്നീട് എൻ്റെ അടുത്ത് ആര് സഹായത്തിന് വന്നാലും എന്നെ കഴിയുന്നതാണെങ്കിൽ അത് എന്ത് ചെറുതാണേലും വലുതാണേലും സാധിക്കുന്ന രീതിയിൽ ഞാൻ ചെയ്തു കൊടുത്തിരുന്നു. അങ്ങനെ എല്ലാ ആത്മീയമായി എന്നെ ഉടമ്പടി ഒരുപാട് വളർത്തി. എൻ്റെ മരണം വരെയും ഉടമ്പടിയിൽ ഞാൻ നിൽക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 62 അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ. ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം, അവിടുന്നാണ് എനിക്ക് പ്രത്യാശ നൽകുന്നത്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് മഞ്ജു മാത്യു കൂത്താട്ടുകുളം തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. താൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാര്യവും അതോടൊപ്പം തന്നെ അതിനു മുമ്പായിട്ട് 6 തവണ OET എക്സാം എഴുതിയിട്ട് അത് പാസ്സാകാൻ സാധിക്കാതെ പോവുകയും തുടർന്ന് ഉടമ്പടി ജീവിതത്തോട് ചേർന്നുകൊണ്ട് ഉടമ്പടിയിലായിരിക്കുകയും ഉടമ്പടിയിൽ ജീവിച്ചുകൊണ്ട് തന്നെ താൻ OET എക്സാമും
OET എക്സാം എഴുതിയപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ എക്സാം പാസ്സാകുവാനൊക്കെയായിട്ട് സാധിക്കുകയുണ്ടായി. അതേ തുടർന്നാണെങ്കിലും വിസ പ്രോസസ്സിങ്ങിൻ്റെ കാര്യങ്ങൾ വിവിധങ്ങളായ തടസ്സങ്ങളുണ്ടായിരുന്നെങ്കിലും അതെല്ലാം പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ അത് പൂർണ്ണമായിട്ടത് നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ താൻ ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്ന സമയത്താണെങ്കിലും പോകുന്നിടങ്ങളിലേക്ക് ഉടമ്പടി വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും നേർച്ച വസ്തുക്കളോട് ഉറച്ചൊരു വിശ്വാസവും മഞ്ജു മാത്യുവിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ മുമ്പോട്ടുള്ള ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ വലിയൊരു സംരക്ഷണയിലാണ് ഈ മകൾ മുമ്പോട്ട് കടന്നു പോവുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഉടമ്പടി ജീവിതത്തിലും ഉടമ്പടി ഉറച്ചൊരു വിശ്വാസം ഈ എക്സാം പാസ്സാക്കുവാനും ന്യൂസിലാൻഡിലേക്ക് നേഴ്സായിട്ട് ജോലിക്കായിട്ട് പോകുവാനൊക്കെ സാധിക്കുകയും ചെയ്തത് പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള ഒരു ഉറച്ച വിശ്വാസം തന്നെയാണ്. ഇനി മുമ്പോട്ടുള്ള ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് മഞ്ജു മാത്യുവിനെ ഇനിയും മാറ്റട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായിട്ട് ഈ അൾത്താരയിൽ സാക്ഷ്യങ്ങൾ പറയാൻ നമ്മളെയും ഉയർത്തണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.